വെൽക്കം ടു ജസ്റ്റ് ഫോർ എ ഫൺ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ വീഡിയോ കേട്ടോ. വീഡിയോ ഇട്ടെടുത്തതിൽ ആദ്യത്തെയാണിത്. അപ്പം നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. കാണുന്നുള്ളവരൊക്കെ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്ത് പോകരുത് പ്ലീസ്. അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ചാനലൊക്കെ സപ്പോർട്ട് ചെയ്താലാണ് എനിക്ക് ഇതുപോലത്തെ വ്ളോഗുകളൊക്കെ ഇടാൻ പറ്റുള്ളൂ കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത് നമുക്ക്, അല്ലേ? അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമുക്ക് അകത്തോട്ട് പോകാം. അകത്തോട്ട് പോയിട്ട് വേണം നമ്മുടെ പരിപാടികളൊക്കെ നടത്താൻ. ഇരുട്ടാണ്, വെളിച്ചിട്ട് ലൈറ്റ് ഇട്ടിട്ടില്ല. സ്വിച്ച് അവിടെ ഇട്ട് ലൈറ്റ് ഇടണ്ടേ? ലൈറ്റ് ഇട്ടല്ലേ വിളിച്ചിട്ട്. നമുക്ക് മേളിലേക്ക് പോകാം. ഈ മേളിലേക്ക് ഉള്ള കോണിപ്പടിയാണ്. എന്തായാലും ഞാനൊരു ഹോം ടൂർ, ഭയങ്കര ഇരുട്ടായല്ലേ? അപ്പോൾ ഓക്കെ, ഞാൻ എന്തായാലും ഒരു ഹോം ടൂർ ഇടും. അതൊന്ന് വെയിറ്റ് ചെയ്യാം. ഹോം ടൂർ ഇടണ്ടേ? ഇടാനായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യണ്ടേ? മടിയാണ് എല്ലാത്തിനും. കോണി കയറി കുരിച്ച് മടുത്ത് സ്ഥലത്ത്. അപ്പോൾ ഞാൻ എൻ്റെ റൂം കാണിച്ചു തരാം കേട്ടോ. ഇതാണ് എൻ്റെ റൂം. ഇത്ര അലങ്കോലകരമുള്ള റൂം ഉണ്ടാവില്ല, പക്ഷെ ഞാൻ ശ്രദ്ധിക്കട്ടെ. വീട് ഇട്ടുണ്ട് പോയിട്ട് ഉണ്ടോ? ഞാനതിന് സുഹൃത്തേക്കിൻ്റെ സ്ഥലമാണിത്. അതിനുണ്ട് കൊള്ളാവോ? നിങ്ങൾ നോക്കിയിട്ട് പറയാം. കണ്ട എല്ലാം ഇല്ലേ? സെറ്റല്ലേ? ഡേ ഡ്രസ്സുകൾ, യൂണിഫോം ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ കുളിച്ച ഡ്രസ്സ് പറഞ്ഞിട്ട് തലയിലാണ് ഇട്ടിരിക്കില്ലേ? സോ കുളിച്ച ഡ്രസ്സ്. അപ്പോൾ ഷർട്ടാണ് ഞാൻ ഇടാറ് ചില ദിവസങ്ങളിൽ. ഇനി ഡ്രസ്സും തോർത്ത്. അപ്പോൾ ഇനി നമുക്ക് എന്താ കുളിച്ചിട്ട് വേണമല്ലേ? അതെ, കുളിച്ചിട്ട് വേണം. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ കുളി കഴിഞ്ഞ് വന്നിട്ട് ശരിക്കും ഇങ്ങോട്ടാണ് തിരിച്ചു കെട്ടുന്നത്. എനിക്കറിയാം, പക്ഷെ എനിക്ക് മുടി അങ്ങോട്ട് ഇടുമ്പോഴേക്കും ഭയങ്കര മടിയാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കെട്ടി, അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ സ്കിൻ കെയറിങ്ങിൻ്റെ ചെറിയൊരു പാർട്ടുണ്ട് ഇവിടെ. സോ നമുക്കതൊന്ന് നോക്കാം. കല്ല് ഓർക്കട്ടെ, കല്ല് നോക്കണ്ട കേട്ടോ. അയ്യോ, കള്ളി ചെറുതായിട്ടൊന്നും മാറിപ്പോയി. ആ കള്ളിയിൽ നിന്ന് ഞാൻ മുമ്പ് ഈ കള്ളിയിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓർമ്മയിൽ തുറന്നോട്ട് പോയതാണ്. അതല്ലാണ്ട് ഒരു ചെറിയ ഷെക്കുണ്ട്, എത്രയാണ് ഭൂമി വിളിക്കണം. അപ്പോൾ ഞാൻ ഉപയോഗിക്കാൻ പറഞ്ഞത് എന്താണെന്ന് പറയാൻ പറഞ്ഞു. ഇതാണ് ആലോവേര ജെല്ല്. നമ്മുടെ സ്കിന്ന് നല്ലതായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക, നല്ല സ്കിൻ കെയറിങ് ആണ്. ആലോവേര ജെല്ല് ഹോം മെയ്ഡാണ്. അങ്ങനെ ഇത്ര പേര് ഉപയോഗിക്കുന്നത്. ഹോം മെയ്ഡ് ആലോവേര ജെല്ല് എനിക്കുണ്ടോരണം, ചേട്ടനുണ്ടോരണം. നമുക്കറിയുണ്ട്. പപ്പിക്ക് അമിക്കില്ല. എനിക്കുണ്ടോരണം, ചേട്ടനുണ്ടോരണം, പപ്പിക്കുണ്ടോരണം. തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഐഡിയ ആണ്. ഈ പേര് ചേട്ടൻ്റെയിലും ഉണ്ട്, എഴുതിയിട്ടുണ്ട് ബീത് ക്രിസ്ന്ന്. എൻ്റെ ബീതിൽ എഴുതിയിട്ടുണ്ട്, പപ്പേൻ്റെ സിച്ചോട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ഉപയോഗിക്കാം. കാണിച്ചതായിട്ട് ഭയങ്കര അത്ര ചെല്ലിയല്ല. അത് വേണ്ടോ? ഇതിങ്ങനെ കയ്യിൽ, പക്ഷെ ആ ഇത്ര ക്വാണ്ടിറ്റിയില്ല. ഇതാണ് ഇതിലൂടെ നിറമുണ്ട്. നമുക്ക് അത് നോക്കി ചെയ്യാം. കുറച്ച് ക്വാളിറ്റിയിൽ എടുത്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടിപ്പ് തോന്നും. എന്തെന്ന് പറഞ്ഞൂടാ. അപ്പം നമുക്ക് ചെയ്യാം. ചേട്ടനെ ഫ്രണ്ടിൽ നല്ല ആങ്കറായിട്ട് കുട്ടികൾ കാണിച്ചുകൊണ്ടിരിക്കുക. എന്താ ചെയ്യുക? ചേട്ടനായിപ്പോയി. അപ്പോൾ നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. ക്യാമറയിൽ നോക്കി ബ്ലെൻഡ് ചെയ്യുമ്പോൾ എവിടെ നിന്നൊക്കെ പോവാന്നൊരു പിടുത്തമില്ല. മിററിലൊക്കെ ബ്ലെൻഡ് ചെയ്യുക. സ്കിന്നെ അരച്ച് അലക്കുന്നല്ലാക്കണം നമ്മൾ. അപ്പേ നല്ല ചുമയാണ് കേട്ടോ. ഇതിപ്പോൾ എന്താണ് മെയ് 3 എൻ്റെ കുർബാന സാറയുടെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ. സോ അതിന് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പാണല്ലോ. ഈ ഏപ്രിൽ മാസം തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് സ്കിൻ കെയർ. പിന്നെ എത്രാം തീയതി? ഇന്ന് ഏപ്രിൽ 19. നാളെ ഈസ്റ്ററാണ് കേട്ടോ. മിക്കവാറും പാതിര കുർബാനയ്ക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ വീട് വിടാൻ പോയില്ലാട്ടോ. ഇത് കൊണ്ടിരിക്കട്ടെ. സാരമില്ല, നല്ല ക്യൂട്ടായിട്ടില്ലേ? ദേവരി ഈ കൊള്ളാവും.
അപ്പം മുടി ചെയ്യാനൊക്കെ ചെയ്യും ഒക്കെ താഴെപ്പം നല്ല മതി. പക്ഷേ പോയെടുത്തല്ലേ പറ്റും, പോയെടുക്കാം. ഫ്രണ്ട്സ് ഞാൻ എടുത്തിട്ട് വന്നു. അപ്പം ചെയ്യാം. എനിക്ക് സൈഡ് വാച്ച് ഇവിടേക്കാണ് ഞാൻ ഇടാറ്, പക്ഷേ അവിടുത്തെ മുടി വളരെയായിട്ട് പണി പറ്റിച്ചു. അവിടെ പെട്ട പോലെ വന്നതാണ് യൂസോ. ഇവിടുന്ന് സൈഡ് വാച്ച് അങ്ങനെയാണ്. നീ കണ്ടോ, നാരുണ്ടോ? ഇത് ഞാൻ പാൻസ് വെട്ടിയിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ വളർന്നു, ഇതൊക്കെ വളർന്നു. ഇതൊക്കെ ഞാൻ ശരിക്കും പാൻസ് വെട്ടിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ വളർന്നു. കണ്ടോ, ഇതിലെപ്പോഴും ഉണ്ട് ചെറിയ വളരാത്ത കാരണം ഞാൻ എപ്പോഴൊക്കെ വെട്ടാറുണ്ട്. നമുക്ക് സൈഡിലേക്കാക്കി ഇട്ടാലേ കിട്ടും. പക്ഷെ ഇപ്പോൾ കിട്ടില്ല, മുടി ചീകിയാലേ കിട്ടും. ഈ മുടി ചീകിയിട്ട് ആൻസർ കണ്ണാടിയാണ് ആ കുളച്ചിടണം, അതില്ലാത്ത നമ്മളില്ല. വാ, എന്തത് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടാന്ന് മുടി അത് സെറ്റാണില്ല. അയ്യോ എന്തൊരു കോല. അപ്പോൾ ബൈക്ക് കഴിഞ്ഞ ഒരു കാര്യം കൂടി പറയാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിനും യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. എൻ്റെ ബെസ്റ്റിക്കുണ്ട്, ക്ലാസ്സിലെ ബെസ്റ്റിക്കുണ്ട്, ടോട്ടൽ സ്കൂൾ ബെസ്റ്റിക്കും ഉണ്ട് കേട്ടോ. എന്ത് 2 ബെസ്റ്റിന്നല്ലേ? ക്ലാസ്സിലെ ബെസ്റ്റിക്ക് പറഞ്ഞാൽ ഞങ്ങളൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് അങ്ങനത്തെ ഫ്രണ്ട്സ് ഒരിക്കലും വിട്ടുപോകാത്ത ഫ്രണ്ട്സാണ്. ഭയങ്കരമായിരുന്നു അത് അങ്ങനത്തെ ഫ്രണ്ട്സ്. മറ്റേന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ടായാലും വിട്ടുപോകില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടീമുകാരാണ്. സോ ഇതൊക്കെ ഒന്ന് ചീകിയിട്ട് വൃത്തിയാക്കണ്ട. അപ്പം ഞാൻ ചീകി സെറ്റാക്കിയിട്ട് കാണാം. ഇതേ ഫ്രണ്ട്സ് നമ്മൾ ചീയെടുത്ത് കണ്ട പാൻസ് വെട്ടി. മറ്റേ പിന്നെ മാസം വെട്ടായിരുന്നു, ഓഗസ്റ്റ് വരെ വെട്ടി. അത് കഴിഞ്ഞപ്പോൾ മാസം വെട്ടലും വൃത്തിയത്. ഇത് കഴിഞ്ഞ മെയിൽ വെട്ടിയതായിരുന്നു ഞാൻ. അതിപ്പോൾ ഈ കഴിഞ്ഞ ഓഗസ്റ്റിലായപ്പോൾ തന്നെ വെട്ടൽ നിർത്തി. അതിന് ശേഷം വളരണ്ടേ, എന്താ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇതോടെ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാമെന്നാണ് നമ്മുടെ ഒരു പ്ലാൻ. സോ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, സീ യു.